ആദ്യം തന്നെ ഇത് ട്രേഡിംഗ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. അല്ലാത്തൊരു ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന സമയത്ത്, അതായത് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ദേ ഇപ്പോ ഈ ഞാൻ എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. 5 മിനിറ്റ് ചാർട്ടാണ്, നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ് ഈ കാണുന്നത്. ഒരു ഡേ ദേ ഇവിടെയാണ് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഡേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിലെ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിലെ വലിയ മൂവ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഫ്രഷ് പൊസിഷൻസ് ആഡ് ചെയ്യുന്ന ടൈമാണ് ഇത്. മുൻപുള്ള ക്ലാസ്സുകൾ, ഇതിന് തൊട്ട് മുൻപുള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ഈ ഒരു ടൈമില് ഈ മാർക്കറ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ ആദ്യത്തെ ഒരു 15 മിനിറ്റ്സ്, ആദ്യത്തെ 15 മിനിറ്റ് കൃത്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യണം എന്ന് പറയുമ്പോൾ ചുമ്മാ മാർക്ക് ചെയ്ത് വെച്ചാൽ പോരാ, ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. 2 സ്റ്റെപ്പാണ് അവിടെ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളാം. ആദ്യം ചെയ്യേണ്ടത് ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്, ഈ ടൈമിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. ആദ്യത്തെ 15 മിനിറ്റില് നമ്മൾ മാർക്ക് തന്നെ ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഇത് മാർക്ക് ചെയ്യാണ്. ആദ്യത്തെ 15 മിനിറ്റിന്റെ റേഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ശ്രദ്ധിച്ചോളാം. രണ്ടാമത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 15 മിനിറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലൈൻ വെച്ചിട്ട് മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തതെന്ന് കൂടി മാർക്ക് ചെയ്യാം. ഇത് 15 മിനിറ്റിന് ശേഷം ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ആദ്യത്തെ 15 മിനിറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. 15 മിനിറ്റ് ആവുന്ന സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യണം. ഫസ്റ്റ് എന്താണ്, ആ 15 മിനിറ്റിന്റെ ഹൈയും ലോയും, ആ 15 മിനിറ്റ് ഈ 3 ക്യാൻഡിലാണ് 15 മിനിറ്റ് കേട്ടോ. 3 ക്യാൻഡില് ആദ്യത്തെ 1 2 3 1 2 3 ഈ 3 ക്യാൻഡിൽ 5 മിനിറ്റ് ക്യാൻഡിലാണ്. അപ്പൊ 3 ക്യാൻഡിലാണ് 15 മിനിറ്റ്. ഈ 3 ക്യാൻഡിലിന്റെ ഹൈ ലോയും ഇത് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റേഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, രണ്ടാമതായിട്ട് എന്താണ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഓപ്പണിംഗ് മാർക്ക് ചെയ്യാം. ആ മാർക്കറ്റിന്റെ ഇവിടെയാണ് നമ്മുടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടില്ലേ, ഈ ഒരു റെഡ് ക്യാൻഡിൽ കണ്ടില്ലേ, ഈ റെഡ് ക്യാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ മാർക്കറ്റിന്റെ ഓപ്പണിങ്ങും മാർക്ക് ചെയ്യാം. ഈ 2 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ അനലൈസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കേട്ടുകൊള്ളാം. ഇനിയാണ് നമ്മൾ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ 15 മിനിറ്റിനെ സംബന്ധിച്ച്, ആദ്യത്തെ 15 മിനിറ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഏത് പോയിന്റിലാണ് വന്നിട്ടുള്ളതെന്ന് നോക്കുക. അതായത് ഇവിടെ ഇപ്പൊ ഈ ഒരു മാർക്കറ്റ് കണ്ടോ, മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എവിടെയാണ് വന്നിട്ടുള്ളത്, ഈ 15 മിനിറ്റ് റേഞ്ചിന്റെ ടോപ്പില് അല്ലെ, ഇവിടെ ടോപ്പിലാണ് വന്നിട്ടുള്ളത്. ചില മാർക്കറ്റുകളിൽ അത് ബോട്ടം വരാം, ചില മാർക്കറ്റുകളിൽ അത് മിഡിലിൽ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് തൽക്കാലം ഈ മാർക്കറ്റ് എടുക്കാം. ഈ മാർക്കറ്റില് ആദ്യത്തെ 15 മിനിറ്റിന്റെ റേഞ്ചിനെ സംബന്ധിച്ച് നമ്മുടെ ഓപ്പണിംഗ് വന്നിരിക്കുന്നത് അതിന്റെ ടോപ്പിലാണ്. ഓപ്പണിംഗ് വന്നിരിക്കുന്നത് ടോപ്പിലാണ്. വിച്ച് മീൻസ്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അത് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മുടെ മാർക്കറ്റ് ആദ്യത്തെ 15 മിനിറ്റില്, അതായത് ഈ 15 മിനിറ്റിൽ ബിഗ് പ്ലേസ് പൊസിഷൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിങ്ങില് ഈ ഓപ്പണിംഗ് തന്നെയാണ് ഇതിന്റെ ടോപ്പായിട്ട്, അതായത് ഇതേപോലെ നമ്മുടെ ആ 15 മിനിറ്റിന്റെ ടോപ്പിലാണ് ഓപ്പണിംഗ് വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെല്ലേഴ്സിന്റെ സൈഡിലാണ് കറന്റ്ലി ഓപ്പണിംഗ് സെന്റിമെന്റ് പ്രകാരം ബിഗ് പ്ലേയേഴ്സ് ഉള്ളത്. ബിഗ് പ്ലേയേഴ്സ് എവിടെയാണോ ഉള്ളത്, സെല്ലേഴ്സിന്റെ വശത്താണ്. പല ടൈപ്പ് മാർക്കറ്റുകളുണ്ട്, ഇതെല്ലാം പല രീതിയിൽ അനലൈസ് ചെയ്യണ്ട. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാ പറയുന്നത്, ഫസ്റ്റ് ആയിട്ടുള്ളൂ. സോ സ്കിപ്പ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കാം. സെല്ലേഴ്സിന്റെ സൈഡിലാണ് ബിഗ് പ്ലേയേഴ്സ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി നേരെ തിരിച്ച് നമുക്കിപ്പോ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റൊരു മാർക്കറ്റ് എടുക്കാം. ഇപ്പോ ഈ ഒരു മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാല് ഇവിടെ നോക്കി, ഈ മാർക്കറ്റിൽ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യത്തെ 15 മിനിറ്റ് വാച്ച് ചെയ്യണം. 15 മിനിറ്റ് വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിന്റെ ഓപ്പണിംഗ് ആദ്യത്തെ 15 മിനിറ്റ് നിർമ്മതി ആദ്യത്തെ 3 ക്യാൻഡില്, എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി പറയുന്നത് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 3 ക്യാൻഡിലെ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഓപ്പണിംഗ്. ഓപ്പണിംഗ് എവിടെയാണ്, ഇവിടെയാണ് ഓപ്പണിംഗ്. ഓപ്പണിംഗ് വാച്ച്, ഓപ്പണിംഗ് മാർക്ക് ചെയ്യാണ്. അപ്പൊ ഇവിടുത്തെ ഓപ്പണിംഗ് മാർക്ക് ചെയ്തപ്പോ ഇവിടെയും കണ്ടോ, ഇവിടെയും ഓപ്പണിംഗ് എവിടെ വന്നത്, ഈ റേഞ്ചിന്റെ ടോപ്പില്. വിച്ച് മീൻസ് ഓപ്പണിംഗ് സെന്റിമെന്റ് ആർക്ക് അനുകൂലമാണ്, സെല്ലേഴ്സിന് അനുകൂലമാണ്. ഇവിടെയും
ഈ 2 മാർക്കറ്റിലും ഓപ്പണിംഗ് സെന്റിമെന്റ് എന്താണ്? സെല്ലേഴ്സിന് അനുകൂലം തന്നെയായിരുന്നു. അപ്പൊ ഓപ്പണിംഗ് സെന്റിമെന്റ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാണ്. ഓപ്പണിംഗ് സെന്റിമെന്റ് റീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് ടു നേരത്തെ ആദ്യം എടുത്ത മാർക്കറ്റിലേക്ക് വരാം. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നമ്മളിപ്പോ 2 കാര്യം പറഞ്ഞോളൂ. ആദ്യത്തെ 15 മിനിറ്റ് മാർക്ക് ചെയ്യണം, എന്നിട്ട് ഓപ്പണിംഗ് മാർക്ക് ചെയ്യണം. ഇനി സ്റ്റെപ്പ് നമ്പർ 3 മൂന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചോളൂ. തേർഡ് പോയിന്റ് ശ്രദ്ധിച്ചോളൂ. മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ, അതായത് ഇവിടെയല്ല ഈ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്, കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂർ എടുത്തതിന് ശേഷം, കഴിഞ്ഞ ദിവസത്തെ, അതായത് നമ്മൾ ഈ ട്രേഡ് ചെയ്യുന്ന ദിവസം, ഈ ട്രേഡ് എടുക്കുന്ന ദിവസം ഇത് മൺഡേ ആണെന്ന് കരുതുക, അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണെന്ന് കരുതുക. ട്രേഡ് എടുക്കുന്ന ദിവസം ട്യൂസ്ഡേ ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൺഡേയിലെ മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂർ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അതിനെ സംബന്ധിച്ച് ഇന്നത്തെ ഓപ്പണിംഗ് അതിന് ബിലോ ആണോ എബവ് ആണോ എന്നുകൂടി നോക്കുക. സ്റ്റെപ്പ് നമ്പർ 3 ആണ് പറഞ്ഞത്. സ്റ്റെപ്പ് നമ്പർ 3 എന്താണ് പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു ഓപ്പണിംഗ് റേഞ്ച് ഉണ്ടല്ലോ, ഇത് അതിന് ബിലോ ആണോ എബവ് ആണോ എന്ന് നോക്കുക. എന്തിനാണ്? വെറുതെ അല്ല അത് നോക്കുന്നത്. ഒരു ദിവസത്തെ, കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ അരമണിക്കൂർ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ആ ദിവസത്തെ എല്ലാ മൂവ്മെന്റുകളും നടന്നതിന് ശേഷം, ഒരു ദിവസത്തെ ക്ലോസ് എന്ന് വെച്ചാൽ എന്താണ്? ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് അവസാനിക്കുന്ന പോയിന്റ്, അവസാനിക്കുന്ന എപ്പോഴാണ്? ബയേഴ്സും സെല്ലേഴ്സും വന്ന് പരസ്പരം കൈ കൊടുത്തതിന് ശേഷം ഓക്കെ, നമുക്ക് ഇന്ന് മാർക്കറ്റിനെ ഇവിടെ അവസാനിപ്പിക്കാം. ഇതാണ് നമുക്ക് മാർക്കറ്റിനെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ഫെയർ പോയിന്റ് എന്ന് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബയേഴ്സും സെല്ലേഴ്സും ഒരേപോലെ നിശ്ചയിക്കുന്ന പോയിന്റ് ആണ് ഒരു മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂർ. അവസാനത്തെ അരമണിക്കൂർ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അവസാനത്തെ അരമണിക്കൂർ എന്താണ്? ഒരു ദിവസത്തെ മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂർ എന്ന് വെച്ചാൽ എന്താണ്? ബയേഴ്സും സെല്ലേഴ്സും എഗ്രി ചെയ്യുന്ന ഏരിയ, ഫെയർ ആയിട്ട് അവർ കരുതുന്ന ഏരിയ, ഈ ഏരിയ, തലേ ദിവസത്തെ ഈ ഏരിയയെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഓപ്പണിംഗ് റേഞ്ച് അതിന് ബിലോ ആണോ എബോവ് ആണോ എന്ന് നോക്കാം. ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെ സപ്പോർട്ട് ചെയ്യാണ്? ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് സെല്ലേഴ്സിന് അനുകൂലമാണ്. അപ്പൊ ഓപ്പണിംഗ് സെന്റിമെന്റ് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ റീഡ് ചെയ്തോ, അതും സെല്ലേഴ്സിന് അനുകൂലമാണ്. ഈ മാർക്കറ്റ് ഒന്ന് നോക്കിയേ, ഈ മാർക്കറ്റ് ഒന്ന് നോക്കിയേ. ഇപ്പൊ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാ ചെയ്തേ. 3 സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പല്ല ഇത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്? ആദ്യത്തെ 15 മിനിറ്റ് വാച്ച് ചെയ്യുക. ഞാൻ കൂടുതൽ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ 30 മിനിറ്റ് ഒക്കെ വാച്ച് ചെയ്യാൻ പറയാറുണ്ട്, 30 മിനിറ്റ്സ് വാച്ച് ചെയ്യാൻ പറയാറുണ്ട്. കാരണം നമ്മൾ കുറച്ചുകൂടിയൊക്കെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് വാച്ച് ചെയ്യുന്നതാണ് നല്ലത്. എന്നാലും അറ്റ് ബെയർ മിനിമം 50 മിനിറ്റ്സ് ആണ് വാച്ച് ചെയ്യാൻ പറ്റിയ ടൈം എന്ന് പറയുന്നത്. 50 മിനിറ്റ്സ് മിനിമം വാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി ബാക്ക് ടു ദ ടോപ്പിക്. 50 മിനിറ്റ്സ് വാച്ച് നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2 എന്താണ്? നമ്മുടെ ഓപ്പണിംഗ് മാർക്ക് ചെയ്യുക. ഓപ്പണിംഗ് ആ സമയത്ത് ടോപ്പിലാണ് വരുന്നതെങ്കിൽ, ഈ 50 മിനിറ്റ് റേഞ്ചിന്റെ ടോപ്പിലാണെന്നുണ്ടെങ്കിൽ അത് സെല്ലേഴ്സിന് അനുകൂലമാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ ലാസ്റ്റ് അരമണിക്കൂർ, അവസാനത്തെ 3 മണി മുതൽ 3:30 വരെയുള്ള ആ ഒരു ടൈം മാർക്ക് ചെയ്യുക. ആ ഒരു പോയിന്റിനെ സംബന്ധിച്ച് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച്, നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇന്നത്തെ റേഞ്ച് കണ്ടോ, ഇത് ബിലോ ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനെയാണ്? സെല്ലിംഗ് പ്രഷറിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ ആരും ഒന്നും കരുതരുത്, അത് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇവിടെ നോക്കി, ഇനി മാർക്കറ്റ് ബിലോ വന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ബിലോ വന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. മാർക്കറ്റ് എക്സാക്ട് ആ ടോപ്പിൽ പോയിട്ട് സെല്ലേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സെല്ലേഴ്സിന് അനുകൂലമാണെന്ന് നമ്മൾ കരുതി അതേ ഏരിയയിൽ പോയി മാർക്കറ്റിൽ ഫോള് വരുന്നത് കണ്ടോ? മാർക്കറ്റില് ഫോള് വരുന്നത് കണ്ടോ? അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കാൻ ഉപകാരപ്പെടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡേ ഒന്ന് എടുത്തേ. അടുത്ത ഡേയില് ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചാണ്. ആദ്യത്തെ 15 മിനിറ്റ് അതിനെ സംബന്ധിച്ച് ഓപ്പണിംഗ് എവിടെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓപ്പണിംഗ് ഇതാണ് ഓപ്പണിംഗ് വരുന്നത് അല്ലെ. അപ്പൊ ടോപ്പിലാണ്, 15 മിനിറ്റിന്റെ ടോപ്പിലാണ് ഓപ്പണിംഗ് വരുന്നത് എന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന് അനുകൂലമാണ്. ഓക്കെ, ഇനി കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ അരമണിക്കൂർ മാർക്ക് ചെയ്യുമ്പോ അതിന്റെ ബിലോ ആണ് ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ച്, അതും സെല്ലേഴ്സിന് അനുകൂലമാണ്.
ആ കാര്യവും സെല്ലേഴ്സിന് അനുകൂലമാണ്. ഈ രണ്ട് കാര്യങ്ങളും സൂചിപ്പിക്കുന്ന എന്തിനെയാണ്? ഒരു സെല്ലേഴ്സ് ഉള്ള മാർക്കറ്റിനെയാണ്, അല്ലെങ്കിൽ സെല്ലിംഗ് സെന്റിമെന്റ് ഉള്ള മാർക്കറ്റിനെയാണ്. ആ മാർക്കറ്റിൽ കണ്ടോ എന്താ സംഭവിക്കുന്നതെന്ന്? കണ്ടോ, മാർക്കറ്റ് വന്നു, അപ്സൈഡ് പോവാൻ ശ്രമിക്കുമ്പോൾ മാർക്കറ്റ് പിന്നെയും ഫോളോ വരുന്നു. ഒരിക്കലും ഒരു കാരണവശാലും ഈ റേഞ്ചിൽ ബൈ നോക്കരുത്. ട്രാപ്പ് ആവാനുള്ള പ്രോബബിലിറ്റി ഈസ് വെരി ഹൈ. ഓക്കെ, ഈ ബൈ നോക്കണമെങ്കിൽ മാർക്കറ്റ് ഇതിന് എബവ് പോകണം, അല്ലാത്തടത്തോളം ബൈ നോക്കരുത്, നമ്മൾ ട്രാപ്പ് ആവും. ഓക്കെ, ഇത് ബിഗ് പ്ലേയേഴ്സിന്റെ സെന്റിമെന്റ് റീഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് പറയുന്നതാണ്. അടുത്ത ഡേ എടുത്തെ എക്സാമ്പിളുകൾ കാണിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അടുത്ത ഡേ എടുത്തെ ദേ ആദ്യത്തെ 15 മിനിറ്റ് മാർക്ക് ചെയ്യാണ്, 15 മിനിറ്റിന്റെ റേഞ്ച് മാർക്ക് ചെയ്യാണ്. ദേ ആ വിക്ക് ഇതുവരെ ഉണ്ട് കേട്ടോ, ഫസ്റ്റ് ക്യാൻഡിലെ വിക്ക് ദേ ഇതുവരെ ഉണ്ട്, അതുകൊണ്ടാണ് അത്രയും മാർക്ക് ചെയ്യുന്നത്. വിക്ക് ഉൾപ്പെടെ ആദ്യത്തെ 15 മിനിറ്റിന്റെ ഹൈ ലോ ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇനി നമ്മൾ നോക്കേണ്ട എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മാർക്കറ്റിന്റെ ആ ഒരു ഓപ്പണിംഗ് എവിടെയായിരുന്നു? ഇതായിരുന്നു മാർക്കറ്റിന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതായിരുന്നു മാർക്കറ്റിന്റെ ഓപ്പണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് നോക്കേണ്ടത്? മാർക്കറ്റിന്റെ കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ അരമണിക്കൂർ, അതിന് ബിലോ അല്ലേ ഓപ്പണിംഗ് പോയിന്റ് വന്നിട്ടുള്ളത്? വിച്ച് മീൻസ് ആദ്യത്തെ 15 മിനിറ്റ് ആർക്ക് അനുകൂലമാണ്? സെല്ലേഴ്സിന് അനുകൂലമാണ്. സെല്ലേഴ്സ് ഉണ്ട്. ആ ഒരു ഏരിയ കണ്ടോ, ആ ഒരു ഏരിയ മാർക്കറ്റ്, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ആ ഒരു ഏരിയ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആ ഒരു ഏരിയയില് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇത് വളരെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കുക. ഇതൊരു കണ്ടിന്യൂഷൻ വീഡിയോ കൂടിയാണ്. ഇതിന് മുൻപുള്ള വീഡിയോസ് കാണുക. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ഇതിനെ പറ്റി പറയുന്നത്. അതായത് ഈ ഒരു സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പൊ ആദ്യത്തെ ഇതിന് മുൻപുള്ള 2 വീഡിയോ കണ്ടിരിക്കുക. അതുകൂടി കണ്ടാലാണ് ഇത് മാക്സിമം ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ സെന്റിമെന്റ് റീഡ് ചെയ്യുമ്പോൾ ഈ 3 കാര്യങ്ങൾ നിർബന്ധമായി ഉൾപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഇനിയും കാര്യങ്ങളുണ്ട്, നമ്മൾ പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പഠിക്കുന്നത്. ഞാൻ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ട് ഒരു 1-2 മണിക്കൂറുള്ള ഒരു വലിയ വീഡിയോ ആയിട്ട് ഇടുന്നതിനെക്കാട്ടി നല്ലത് ഓരോ വീഡിയോയില് ഇന്ന് നമ്മൾ ഓപ്പണിംഗ് പോയിന്റിന്റെ കേസ്, ഓപ്പണിംഗ് ആദ്യത്തെ 15 മിനിറ്റിനെ സംബന്ധിച്ച് ഓപ്പണിംഗ് എവിടെ വരണം എന്നുള്ളത് പറഞ്ഞില്ലേ? അതുപോലെ ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങളായിട്ടാണ് പഠിക്കുന്നത്. ധൃതി ഒന്നും വേണ്ട, നമുക്ക് ടൈം ഉണ്ട്, നമുക്ക് പയ്യെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ഈ സെന്റിമെന്റ് റീഡിങ് പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ ഒരുപാട് ഉപകാരപ്പെടും. ഓക്കെ, ഈ കാര്യം ഒരുപാട് ഉപകാരപ്പെടും. അപ്പൊ ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില് ഇത് നമുക്ക് ചാർട്ടിൽ നോക്കാവുന്നതാണ്. ഈ ഒരു മാർക്കറ്റ് എടുത്തേ, ആദ്യത്തെ ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, അവസാനത്തെ അരമണിക്കൂർ ഇവിടെയാണ് മാർക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറയുന്നത് എന്തായിപ്പോയി? കഴിഞ്ഞ ദിവസത്തെ റേഞ്ചിന് ബിലോ അല്ല വന്നത്. അതായത് സെല്ലേഴ്സിന്റെ ആ ഒരു ഏരിയയിലല്ല. സെല്ലേഴ്സിന്റെ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ എവിടെ വരണം? ഇവിടെ വരണമായിരുന്നു. അതായത് ബിലോ വരണമായിരുന്നു. ഇവിടെ വരണമായിരുന്നു. ബിലോ ആയിരുന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന്റെ. പക്ഷെ ഇവിടെ എന്താണ്? ടോപ്പിലാണ് ഓപ്പണിംഗ് ഏരിയ വന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ 15 മിനിറ്റ് വന്നത്. കഴിഞ്ഞ ദിവസത്തെ അവസാനത്തെ അരമണിക്കൂറിനെ സംബന്ധിച്ച് ടോപ്പിലാണ് ഇന്നത്തെ ആദ്യത്തെ 15 മിനിറ്റ് വന്നിരിക്കുന്നത്. ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് റേഞ്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കി. ആദ്യം പറഞ്ഞു എന്താണ്? ആദ്യത്തെ 15 മിനിറ്റ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്, മാർക്ക് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? മാർക്കറ്റിന്റെ ഓപ്പണിംഗ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പണിംഗ്, ഈ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ക്യാൻഡിൽ, ഈ ഗ്രീൻ ക്യാൻഡിൽ കണ്ടോ? ആ ഗ്രീൻ ക്യാൻഡിലെ ഈ ഒരു പോയിന്റ്, ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു പോയിന്റ് ആണ് മാർക്കറ്റിന്റെ ഓപ്പണിംഗ്. കണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിൽ ഈ ഒരു പോയിന്റ്. അപ്പൊ അത് മാർക്ക് ചെയ്തു. അപ്പൊ അത് ഏകദേശം സെന്ററിലാണ് കേട്ടോ. ആദ്യത്തെ 15 മിനിറ്റിന്റെ സെന്ററിലായിട്ടാണ് ഓപ്പണിംഗ് ഇവിടെ വന്നിരിക്കുന്നത്. ടോപ്പിലും അല്ല, ബോട്ടത്തിലും അല്ല. അപ്പൊ ഓപ്പണിംഗ് സെന്റിമെന്റ് പ്രകാരം എന്ത് ചെയ്യുന്നില്ല? ഏതെങ്കിലും ഒരു സൈഡിലോട്ട്, അതായത് സെല്ലേഴ്സിനെയോ, ഇപ്പൊ ഇവിടെ വന്നിരുന്നെങ്കിൽ സെല്ലേഴ്സിന് സപ്പോർട്ട് ആയനെ, ബിലോ വന്നിരുന്നെങ്കിൽ ബയേഴ്സിന് സപ്പോർട്ട് ആയനെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല? ഓപ്പണിംഗ് ആ ഒരു ഡേറ്റ സെല്ലേഴ്സിനെ അല്ലെങ്കിൽ അഥവാ ബയേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസത്തെ അരമണിക്കൂറുമായിട്ട് ക്ലബ് ചെയ്യുമ്പോൾ, അരമണിക്കൂറത്തെ ഡേറ്റ ആയിട്ട് ഇന്നത്തെ ഓപ്പണിംഗ് ആ ഒരു ലെവല് നോക്കുമ്പോൾ അത് ആരെ സപ്പോർട്ട് ചെയ്യാണ്? കഴിഞ്ഞ ദിവസം മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂറിന്റെ എബവ് അല്ലേ ഇന്നത്തെ ആദ്യത്തെ ഓപ്പണിംഗ് റേഞ്ച്? അതാരെ സപ്പോർട്ട് ചെയ്യാണ്? ബയേഴ്സിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പൊ എന്താ സംഭവിച്ചു നോക്കി ആ മാർക്കറ്റില്? ഞാൻ ഈ 15 മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഈ 15 മിനിറ്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ കണ്ടോ, അതിന്റെ ആ ഒരു പോയിന്റുകളിൽ നിന്ന് ഇത് കണ്ടോ, എക്സാക്ട് ആ പോയിന്റ്സ് നിന്ന് ബൈയിങ് വരുന്നത് കണ്ടോ? ആ ഒരു ഓപ്പണിംഗ് പോയിന്റിനെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ?
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഇതിനു മുൻപ് സെല്ലിംഗ് ഉള്ള മാർക്കറ്റില് പ്രോപ്പർ ആയിട്ട് സെല്ലിംഗ് ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ്. ആ സെൽ സെന്റിമെന്റ് ഉള്ളപ്പോൾ സെല്ലിംഗ് വന്നത് കണ്ടതാണ്. ഇവിടെ ബൈയിങ് സെന്റിമെന്റ് ഉള്ളപ്പോൾ ബൈയിങ് വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ഓപ്പണിംഗിന്റെ ഡേറ്റ ഇന്ന് പഠിച്ചത് കൂടി ഉൾപ്പെടുത്തി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാർക്കറ്റിനെ പഠിക്കുക, മാർക്കറ്റിനെ മനസ്സിലാക്കുക. ഓക്കെ, ഇത് ഉപകാരപ്പെട്ടെങ്കിലേ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഇനി ഉണ്ട്. ഇത് കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽസ്റ്റിക് നോക്കുന്നതല്ല, മാർക്കറ്റ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ അല്ല. മാർക്കറ്റിന്റെ റേഞ്ചസ്, മാർക്കറ്റിന്റെ ബിഗ് പ്ലേസ് പൊസിഷൻ എടുക്കുന്ന ടൈമിങ്സ്, അവർ പൊസിഷൻ അവസാനിക്കുന്ന ടൈമുകള്, ഈ കാര്യം അവരെ എക്സ്റ്റെൻഡുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി ലെവൽസ് മാർക്ക് ചെയ്ത് അത് പരസ്പരം റീഡ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ് മാർക്കറ്റ്. ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നോക്കുന്നതല്ല. ഇവിടെ പോയിട്ട് ഒരു ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു, മാർക്കറ്റ് ബുള്ളിഷ്, അതങ്ങനെയൊന്നും അല്ല മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ പോയിട്ട് നമ്മൾ ഹെഡ് ആൻഡ് എന്താണ് ഡബിൾ ടോപ്പ്, ഡബിൾ ബോട്ടം, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എൻഗൾഫിംഗ് പാറ്റേൺ, ഇതല്ല മാർക്കറ്റ്. അതാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ എന്ത് എളുപ്പമാണ്. അതല്ല മാർക്കറ്റ്. നമ്മളെ പഠിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നതാണ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺസ് വെച്ചിട്ടാണ് മാർക്കറ്റിനെ മനസ്സിലാക്കേണ്ടതെന്നുള്ളത്. അതിന്റെ ഒരു 1000 വീഡിയോ നമുക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും, പലയിടത്തും കിട്ടും. നെറ്റ് സെർച്ച് ചെയ്താലും അത്തരം കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് മാർക്കറ്റിനെ പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല. സംശയം ഉണ്ടെങ്കിൽ ശ്രമിച്ചു നോക്കും. എത്ര പേർക്ക് പറ്റുമെന്ന് ശ്രമിച്ചു നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ എളുപ്പമായിരുന്നു മാർക്കറ്റിനെ പഠിക്കാൻ. അതല്ല മാർക്കറ്റ്. ഞാൻ അതല്ലാതെ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. കുറച്ചു പേർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട്, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പറയാ. തീർച്ചയായിട്ടും ഞാൻ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാം കേട്ടോ. സൈലന്റ് ആയിട്ട് കാണാതിരിക്കുക. ഏതെങ്കിലും വിധത്തിൽ മനസ്സിലായിട്ടുണ്ടെന്നത് കമന്റോ ലൈക്കോ ചെയ്ത് പറയാം. അപ്പൊ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ. അത്രേ ഉള്ളൂ.